ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാൻസി എഡിസൺ ഈ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ഇരുട്ടിലായി പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? സത്യമാണ്. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ അമ്മയാണ് നാൻസി എഡിസൺ. എഡിസൺ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയാണ് എന്നെ ഷേപ്പ് ചെയ്തെന്നും ഞാൻ ഇന്നീ നിലയിലെത്തിയതിൻ്റെ ഏറ്റവും വലിയ റീസൺ എൻ്റെ അമ്മയാണെന്നും. ഇത് എഡിസൺ വെറുതെ പറഞ്ഞതല്ല. നാൻസി എഡിസൺ എന്ന വ്യക്തി അത്രമാത്രം സ്വാധീനം തൻ്റെ മകനായ തോമസ് ആൽവ എഡിസന്റെ ലൈഫിൽ ചെലുത്തിയിട്ടുണ്ട്. നമുക്കിന്ന് നോക്കാം നാൻസി എഡിസൺ എങ്ങനെയാണ് തോമസ് ആൽവ എഡിസന്റെ ലൈഫിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ളതെന്നും എങ്ങനെയാണ് നാൻസി എഡിസന്റെ പേരന്റിങ് ഇത്രത്തോളം സ്പെഷ്യൽ ആവുന്നതെന്നും. ഐ എം ഷാരിക. വെൽക്കം ടു ബ്രേക്കിംഗ് സൈക്കിൾസ്. ഒരു ദിവസം കൊച്ചുകുട്ടിയായ എഡിസൺ തൻ്റെ ടീച്ചർ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് തന്നുവിട്ട ഒരു ലെറ്ററുമായിട്ട് അവൻ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയ എഡിസൺ ലെറ്റർ അമ്മയ്ക്ക് കൊടുത്തു. ആ ലെറ്റർ വായിച്ചപ്പോൾ സങ്കടം കൊണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ക്യൂരിയസ് ആയ എഡിസൺ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അവനോട് മറുപടി പറഞ്ഞു. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നീ ഒരു ജീനിയസ് ആണെന്നാണ്. മോൻ്റെ സ്കൂള് ഭയങ്കര ചെറുതാണ്. മോൻ്റെ കഴിവിനനുസരിച്ച് മോന് ട്രെയിനിങ് കിട്ടുന്ന രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നും അവിടെ ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നു മുതൽ മോൻ പഠിക്കാൻ പോകുന്നത് വീട്ടിൽ അമ്മയുടെ കൂടെ ഇരുന്നാണ്. ഇതായിരുന്നു നാൻസിയുടെ മറുപടി. പക്ഷെ ശരിക്കും ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു? ഒരിക്കലുമല്ല. ശരിക്കും ആ കത്തിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ മകന് പഠിക്കാനും ചിന്തിക്കാനുള്ള കഴിവില്ല എന്നും അതുകൊണ്ട് ഇനി കുട്ടിയെ സ്കൂളിലേക്ക് വിടണ്ട എന്നുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നാൻസി എഡിസൺ അങ്ങനെ പറയുന്നതിന് പകരം നിന്റെ സ്കൂളിൽ നിന്ന് അയച്ച കത്താണിത്, നിനക്ക് ഒന്നും പഠിക്കാൻ കഴിവില്ല, നിന്നെ ഇനി സ്കൂളിലേക്ക് വിടണ്ട എന്നാണ് ഈ കത്തിൽ പറയുന്നത് എന്നായിരുന്നു എഡിസണോട് പറഞ്ഞിരുന്നതെങ്കിലും ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു സയന്റിസ്റ്റായി മാറാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത് നാൻസി എഡിസന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ലെറ്റർ റീഫ്രെയിം ചെയ്ത് നമ്മുടെ കുഞ്ഞ് എഡിസണോട് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് തൻ്റെ മകനെ വളർത്താൻ നാൻസി എഡിസൺ ഫോളോ ചെയ്തിരുന്ന പ്രിൻസിപ്പിൾസിൽ ആദ്യത്തേതാണ് ബിലീവ് ഇൻ യുവർ ചൈൽഡ്. സ്കൂളും ടീച്ചേഴ്സും പറയുന്നതിനപ്പുറം നാൻസി എഡിസന് തൻ്റെ മകൻ്റെ കഴിവിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. നാൻസി തൻ്റെ മകനെ ഹോം സ്കൂൾ ചെയ്യാൻ തീരുമാനിച്ചു. അവനെ വായിക്കാനും എഴുതാനും മാത്സും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തൻ്റെ മകൻ്റെ നാച്ചുറൽ ക്യൂരിയോസിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് അവന് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ നാൻസി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമതായി നാൻസി ഫോളോ ചെയ്തിരുന്ന പ്രിൻസിപ്പിളായിരുന്നു തൻ്റെ മകൻ്റെ സെൽഫ് എസ്റ്റീം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. നാൻസി ആ ലെറ്റർ റീഫ്രെയിം ചെയ്യുന്നതിലൂടെ തൻ്റെ മകൻ്റെ സെൽഫ് എസ്റ്റീമാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത്. സ്കൂളും ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് കൂട്ടാക്കാതെ തൻ്റെ മകനെ മനസ്സിലാക്കി അവനെ ഒബ്സർവ് ചെയ്ത് അവൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നാൻസി ശ്രമിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തിലും പൊട്ടൻഷ്യലിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ എഡിസൺ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ നാൻസിക്ക് കഴിഞ്ഞു. മടിയൻ, ഉഴപ്പൻ, ബുദ്ധിയില്ലാത്തവൻ, നാണക്കാരൻ ഇങ്ങനെയുള്ള കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ എഫക്റ്റ് ചെയ്യുന്ന ലേബലുകളിൽ നിന്നും അവരെ ഷീൽഡ് ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബേസിക്കായിട്ട് എല്ലാ പാരൻസും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നാൻസിയും ചെയ്തത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എൻകറേജിങ് ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്. നാൻസി തൻ്റെ മകൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, തൻ്റെ മകൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയെ പരിപോഷിക്കാൻ കഴിയുന്ന ഒരു എൻവയോൺമെൻറ്റും അവന് ചുറ്റും ഒരുക്കിയിരുന്നു. കുഞ്ഞ് എഡിസന് പരീക്ഷണങ്ങൾ നടത്താനും അതുവഴി അവൻ്റെ ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ലബോറട്ടറി വീട്ടിൽ തന്നെ നാൻസി ഒരുക്കി കൊടുത്തു. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തും എക്സ്പെരിമെൻറ്റ് ചെയ്തുമൊക്കെ പഠിക്കുന്ന ഈ ഒരു രീതി എഡിസൺ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ ലേണിങ്ങും ഡിസ്കവറിയും എന്നുള്ളത് ആൾക്ക് ലൈഫ് ലോങ് പാഷനായി മാറി. ഇനി അവസാനത്തേതും എന്നാൽ ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ മകനെ കേൾക്കാനും അവന് വേണ്ട സപ്പോർട്ട് നൽകാനും അവന് പരാജയങ്ങളുണ്ടായപ്പോഴൊക്കെ അവനെ കുറ്റപ്പെടുത്താതെ കൂടെ നിന്ന് എൻകറേജ് ചെയ്യാനും നാൻസി ഉണ്ടായിരുന്നു. തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഇമോഷണലി അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഒരു പേരൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരാൾ തൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. എഡിസന്റെ 24-ാം വയസ്സിൽ നാൻസി എഡിസൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. എഡിസന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്റിന് ഒരു കുട്ടിയുടെ ലൈഫിൽ ചെലുത്താൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് അത് വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു ലൈറ്റ് ബൾബ് കാണുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശം കാണുമ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഡെസിഷൻസ് എടുത്ത ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള
അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമുള്ള ആ ഒരു അമ്മയെ നമുക്ക് ഓർക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.